ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ. 4 വാഷിൽ ഫെയ്ഡായി. ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റിക്. ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ. ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവുമാവില്ല. ഹെൻകോ മാറ്റിക് വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 8 ഞായറാഴ്ച. അമേരിക്കയുടെ 46ാമത് പ്രസിഡന്റായി ജോ ബൈഡൻ സ്ഥാനമേൽക്കും. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ജോ ബൈഡന് 270-ലധികം ഇലക്ട്രൽ വോട്ടുകൾ. പെൻസിൽവേനിയയിലെ 20 വോട്ടുകളാണ് ബൈഡന്റെ വിജയമുറപ്പിച്ചത്. വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണെങ്കിലും 538 ഇലക്ട്രൽ വോട്ടുകളിൽ കേവല ഭൂരിപക്ഷം ബൈഡൻ നേടിയതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 270 ഇലക്ട്രൽ വോട്ടുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അമേരിക്കൻ ചരിത്രത്തിലെ ആദ്യ വനിതാ വൈസ് പ്രസിഡന്റായി കമല ഹാരിസ്. US വൈസ് പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജയാണ് കമല. വൈസ് പ്രസിഡന്റാകുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരിയും കമലയാണ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ജോ ബൈഡന്റെ വിജയം പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുൻപ് ജയം അവകാശപ്പെട്ട് നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്വിറ്റർ, ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയാണ് ട്രംപ് വീണ്ടും വിജയം അവകാശപ്പെട്ടത്. ഞാൻ വലിയ രീതിയിൽ ജയിച്ചെന്നാണ് ട്രംപ് ട്വീറ്റ് ചെയ്തത്. ഈ ട്വീറ്റ് ട്വിറ്റർ ഫ്ലാഗ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിലും ഇതിൽ ഫാക്ട് ചെക്ക് ആവശ്യമാണെന്നാണ് കാണിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയ ജോ ബൈഡനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം ബൈഡനെ അഭിനന്ദിച്ചത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പും അവസാനിച്ചതോടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നു. മഹാസഖ്യത്തിന് മുന്നേറ്റം പ്രവചിക്കുന്നതാണ് വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ. ടൈംസ് നൗ സീ വോട്ടർ സർവേയിൽ മഹാസഖ്യം 120ഉം NDA 116 സീറ്റുകളും നേടുമെന്നാണ് പ്രവചനം. മഹാസഖ്യം ഭരണത്തിലെത്തുമെന്നാണ് റിപ്പബ്ലിക് TV ജൻ കി ബാത്ത് സർവേ പ്രവചിക്കുന്നത്. മഹാസഖ്യം 118 മുതൽ 138 സീറ്റുകളും NDA 91 മുതൽ 117 സീറ്റുകളും വരെ നേടുമെന്ന് സർവേ പ്രവചിക്കുന്നു. തൂക്കുസഭയ്ക്കുള്ള സാധ്യതയാണ് ABP സീ വോട്ടർ സർവേ പ്രഖ്യാപിക്കുന്നത്. മഹാസഖ്യം 108 മുതൽ 131 സീറ്റുകളും NDA 104 മുതൽ 128 സീറ്റുകളും നേടേക്കാമെന്നാണ് ABP സർവേ. ബിനീഷ് കൊടിയേരിക്കെതിരായ എൻഫോഴ്സ്മെന്റ് കേസിൽ പാർട്ടി എന്ന നിലയിൽ ഇടപെട്ടിട്ടില്ലെന്നും ഇടപെടുകയില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ബിനീഷ് ഒരു വ്യക്തി മാത്രമാണ്, പൊതുപ്രവർത്തകനല്ല. വ്യക്തിപരമായി ഉയർന്നുവന്ന പ്രശ്നങ്ങളാണ് ഇപ്പോഴുള്ളത്. ഏത് ഏജൻസി വേണമെങ്കിലും എന്തും അന്വേഷിക്കട്ടെ, എത്ര ഉയർന്ന ശിക്ഷ വേണമെങ്കിലും നൽകട്ടെയെന്നും കോടിയേരി. ബിനീഷിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത ഡെബിറ്റ് കാർഡ് മുഹമ്മദ് അനൂപും ബിനീഷ് കൊടിയേരിയും ഒരുമിച്ചാണ് ഉപയോഗിച്ചതെന്ന് ED കോടതിയിൽ. ബിനീഷിന്റെ നിർദ്ദേശമനുസരിച്ചാണ് താൻ ലഹരി വ്യാപാരം നടത്തിയതെന്ന് മുഹമ്മദ് അനൂപ് സമ്മതിച്ചെന്നും ബിനീഷ് വലിയ തുക പല അക്കൗണ്ടുകളിലൂടെ അനൂപിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറിയെന്നും റിപ്പോർട്ടിലുണ്ട്. ബിനീഷിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി 4 ദിവസം കൂടി കോടതി ED കസ്റ്റഡിയിൽ വിട്ടു. സംസ്ഥാനത്ത് ഇന്നലെ 64,051 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 7,201 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 28 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 1,668ആയി. രോഗം സ്ഥിരീകരിച്ചവരിൽ 96 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 6,316 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 728 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 61 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7,120 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ: എറണാകുളം 1042, കോഴിക്കോട് 971, തൃശൂർ 864, തിരുവനന്തപുരം 719, ആലപ്പുഴ 696, മലപ്പുറം 642, കൊല്ലം 574, കോട്ടയം 500, പാലക്കാട് 465, കണ്ണൂർ 266, പത്തനംതിട്ട 147, വയനാട് 113, ഇടുക്കി 108, കാസർഗോഡ് 94. സംസ്ഥാനത്ത് ഇന്നലെ 14 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. 38 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ സംസ്ഥാനത്ത് ആകെ 612 ഹോട്ട്സ്പോട്ടുകൾ. ഈ രാക്ഷസ കൊതുകുകൾ ഇതെപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. ഫാഷൻ ഗോൾഡ് ജ്വല്ലറി തട്ടിപ്പ് കേസിൽ മുസ്ലിം ലീഗ് നേതാവും മഞ്ചേശ്വരം MLA യുമായ MC ഖമറുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തു.
ജില്ലാ പോലീസ് പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഇന്നലെ രാവിലെ 10 മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഖമറുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫാഷൻ ഗോൾഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത 109 വഞ്ചനാ കേസുകളിൽ പ്രതിയാണ് ഖമറുദ്ദീൻ. എന്നാൽ ചന്തേര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 3 കേസുകളിൽ മാത്രമാണ് ഇപ്പോൾ ഖമറുദ്ദീനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. MC ഖമറുദ്ദീൻ MLA അറസ്റ്റ് ചെയ്ത നടപടി സംസ്ഥാന സർക്കാരിന്റെ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണെന്ന് ലീഗ് ജില്ലാ നേതൃത്വം. ED കൊടിയേരിയുടെ വീട്ടിൽ എത്തിയ സാഹചര്യത്തിൽ അത് മറച്ചുവെക്കാനാണ് ഖമറുദ്ദീനെ അറസ്റ്റ് ചെയ്തതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി A. അബ്ദുറഹ്മാൻ പറഞ്ഞു. MC ഖമറുദ്ദീൻ MLA ന്യായീകരിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, UDF അതിനെ തടസ്സപ്പെടുത്തുന്നില്ല. ബിസിനസ് തകർച്ചയാണ് ഉണ്ടായത്. അമിട്ട് പൊട്ടുന്നതിനിടയിൽ ഓലപ്പടക്കം പൊട്ടിക്കുന്നത് ജനം തിരിച്ചറിയുമെന്നും ചെന്നിത്തല പ്രതികരിച്ചു. മഞ്ചേശ്വരം MLA MC ഖമറുദ്ദീനെ റിമാൻഡ് ചെയ്തു. ഖമറുദ്ദീനെ കാഞ്ഞങ്ങാട് ജില്ലാ ജയിലിലേക്ക് മാറ്റും. MLAയുടെ ജാമ്യഹർജി കാഞ്ഞങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. സ്വർണ്ണക്കടത്തും ലൈഫ് അഴിമതിയും തെരഞ്ഞെടുപ്പിൽ പ്രചാരണ ആയുധമാക്കാൻ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി തീരുമാനം. സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങൾ തുറന്നുകാട്ടി മുന്നോട്ടു പോകും. തട്ടിപ്പും അഴിമതിയും പ്രചാരണ ആയുധമാക്കി തെരഞ്ഞെടുപ്പിൽ മുന്നേറാനാണ് KPCC രാഷ്ട്രീയകാര്യ സമിതി തീരുമാനമെടുത്തത്. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി അടുത്ത മാസം 3-ന് പരിഗണിക്കും. ഹർജികൾ 2 ആഴ്ചത്തേക്ക് മാറ്റിവെക്കണമെന്നായിരുന്നു CBI കോടതിയിൽ ആവശ്യപ്പെട്ടതെങ്കിലും കോടതി കൂടുതൽ സമയം അനുവദിക്കുകയായിരുന്നു. ആലത്തൂർ MPയും കോൺഗ്രസ് നേതാവുമായ രമ്യ ഹരിദാസിന് വീണ് പരിക്കേറ്റു. കാൽ വഴുതി വീണ രമ്യയുടെ എല്ലിന് പൊട്ടലേറ്റതായാണ് വിവരം. കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന MPയെ ഞായറാഴ്ച ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കും. മുതിർന്ന മാധ്യമപ്രവർത്തകനും മനോരമ വാരിക മുൻ പത്രാധിപരും എഴുത്തുകാരനും നാടകപ്രവർത്തകനുമായ K. പത്മനാഭൻ നായർ എന്ന പത്മൻ നിര്യാതനായി. 90 വയസ്സായിരുന്നു. ഇത്തവണത്തെ JCB പുരസ്കാരം S. ഹരീഷിന്റെ മീശ എന്ന നോവലിന് 25 ലക്ഷം രൂപയാണ് പുരസ്കാരത്തുക. ഹാർപ്പർ കോളിൻസ് പുറത്തിറക്കിയ മുസ്റ്റാഷ് എന്ന ഇംഗ്ലീഷ് പരിഭാഷയ്ക്കാണ് പുരസ്കാരം. ഇന്ത്യക്കാർ ഇംഗ്ലീഷിൽ എഴുതിയതോ മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതോ ആയ കൃതികളാണ് പുരസ്കാരത്തിനായി പരിഗണിക്കുക. പ്രതികൂല കാലാവസ്ഥയ്ക്കിടെ കോവിഡ് വ്യാപനശേഷമുള്ള ആദ്യ റോക്കറ്റ് വിക്ഷേപണ ദൗത്യം പൂർത്തിയാക്കി ISRO. ശ്രീഹരിക്കോട്ടയിലെ ലോഞ്ച് പാഡിൽ നിന്നാണ് PSLV C-49 വിക്ഷേപിച്ചത്. ഭ്രമണപഥത്തിലേക്ക് 10 ഉപഗ്രഹങ്ങളാണ് റോക്കറ്റ് വിക്ഷേപണ ദൗത്യം വഴി ISRO എത്തിച്ചത്. പ്രതികൂല കാലാവസ്ഥയ്ക്കിടെയാണ് വിക്ഷേപണം നടന്നത്. 5 മിനിറ്റോളം കൗണ്ട് ഡൗൺ നിർത്തിവെക്കുന്ന അവസ്ഥയും ഉണ്ടായി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടിംഗും പൂർത്തിയായി. 3 ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ 55.25% വോട്ടുകൾ രേഖപ്പെടുത്തിയെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക കണക്ക്. നീ ഇതുവരെ നിന്റെ ബാറ് മാറ്റിയില്ലേ? HL പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും. അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽതി ഫാമിലി ഫ്രം ജ്യോതി ലാബ്. രാജ്യത്ത് ഇന്നലെ 46,152 കോവിഡ് രോഗികൾ. മരണം 556. ഇതോടെ ആകെ മരണം 1,26,162 ഇതുവരെ 85.60 ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് നിലവിൽ 5.11 ലക്ഷം രോഗികൾ മാത്രമാണുള്ളത്. 78.67 ലക്ഷം പേർ രോഗമുക്തി നേടി. ഡൽഹിയിൽ ഇന്നലെ 6,953 കോവിഡ് രോഗികൾ. മഹാരാഷ്ട്രയിൽ 3,959 പേർക്കും പശ്ചിമ ബംഗാളിൽ 3,928 പേർക്കും കർണാടകയിൽ 2,258 പേർക്കും ആന്ധ്രയിൽ 2,367 പേർക്കും തമിഴ്നാട്ടിൽ 2,341 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ആഗോളതലത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം 5 കോടി കടന്നു. ഇന്നലെ 4,95,729 പുതിയ കോവിഡ് രോഗികൾ. അമേരിക്കയിൽ 1,14,405 പേർക്കും ഫ്രാൻസിൽ 60,235 പേർക്കും ഇറ്റലിയിൽ 39,811 പേർക്കും ഇംഗ്ലണ്ടിൽ 24,957 പേർക്കും ജർമ്മനിയിൽ 17,119 പേർക്കും പോളണ്ടിൽ 27,875 പേർക്കും രോഗം ബാധിച്ചു. 7,315 പേരാണ് ഇന്നലെ മരിച്ചത്. അമേരിക്കയിൽ 1000 പേരും മെക്സിക്കോയിൽ 551 പേരും ഇംഗ്ലണ്ടിൽ 413 പേരും ഇറ്റലിയിൽ 425 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ ആകെ 5.01 കോടി കോവിഡ് രോഗികളും 12.55 ലക്ഷം മരണവും സ്ഥിരീകരിച്ചു.
ഇസ്ലാമിക നിയമങ്ങൾ അടിസ്ഥാനമാക്കി രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന വ്യക്തി നിയമങ്ങളിൽ സമഗ്ര പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ച് UAE. പുതിയ ഭേദഗതി പ്രകാരം സ്വദേശികളല്ലാത്ത താമസക്കാർക്ക് പിന്തുടർച്ചാവകാശവും സ്വത്ത് കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവരുടെ സ്വന്തം രാജ്യത്തെ നിയമങ്ങൾ പിന്തുടരാം. വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏത് രാജ്യത്ത് വെച്ചാണോ വിവാഹം നടന്നത് ആ രാജ്യത്തെ നിയമമാണ് ബാധകമാകുക. മദ്യപാനം, മദ്യവിൽപ്പന എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ 21 വയസ്സിൽ താഴെയുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ശിക്ഷ ലഭിക്കുക. ഉഭയസമ്മതപ്രകാരം 14 വയസ്സിന് മുകളിലുള്ളവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ശിക്ഷാർഹമല്ല. സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ തിങ്കളാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ രാജ്യത്ത് ചിലയിടങ്ങളിൽ പേമാരിയും വെള്ളപ്പൊക്കവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ജനറൽ അതോറിറ്റി ഓഫ് മെറ്റീരിയോളജി ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ അറിയിപ്പ് നൽകിയതായി സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് അധികൃതർ അറിയിച്ചു. കനത്ത വില നൽകി ചൈനയിൽ നിന്ന് പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങിയ പാകിസ്ഥാനും ബംഗ്ലാദേശും മ്യാൻമറും അടക്കമുള്ള രാജ്യങ്ങൾക്ക് ലഭിച്ചത് കനത്ത തിരിച്ചടി. അന്തർവാഹിനികളും ഇടത്തരം യുദ്ധക്കപ്പലുകളും അടക്കമുള്ളവയെല്ലാം വളരെ വേഗം കേടുവന്നതിനാൽ അവയൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് റിപ്പോർട്ടുകൾ. ലോകത്തെ ഏറ്റവും വലിയ എഡ്ടെക് കമ്പനിയായ ബൈജൂസ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 7ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ടൈറ്റിൽ സ്പോൺസറാകും. പങ്കാളിത്തത്തിന്റെ ഭാഗമായി 2020 നവംബർ 20 മുതൽ ആരംഭിക്കുന്ന എല്ലാ ISL മത്സരങ്ങളിലും താരങ്ങൾ ധരിക്കുന്ന ഔദ്യോഗിക ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയുടെ മുൻവശത്ത് ബൈജൂസ് ലോഗോ മുദ്രണം ചെയ്യും. വനിതാ 2020 ചലഞ്ചിൽ അവസാന പന്തുവരെ ആവേശം നീണ്ടുനിന്ന മത്സരത്തിൽ സ്മൃതി മന്ദാനയുടെ ട്രയൽ ബ്ലേസേഴ്സിനെ 2 റൺസിന് കീഴടക്കി ഹർമൻപ്രീത് കൗറിന്റെ സൂപ്പർ നോവാസ് ഫൈനലിലെത്തി. 147 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ട്രയൽ ബ്ലേസേഴ്സിനെ 5 വിക്കറ്റ് നഷ്ടത്തിൽ 144 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിന്റെ നായകസ്ഥാനത്തു നിന്ന് വിരാട് കോഹ്ലിയെ മാറ്റണമെന്ന മുൻ ഇന്ത്യൻ ഓപ്പണർ ഗൗതം ഗംഭീറിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി മുൻ ഇന്ത്യൻ താരം വീരേന്ദർ സെവാഗ്. കോഹ്ലി മികച്ച നായകനാണെന്നും സന്തുലിതമല്ലാത്ത ടീമാണ് കോഹ്ലിയെ ചതിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ കോഹ്ലിയെ മാറ്റിയാൽ ബാംഗ്ലൂരിന്റെ തലവര മാറില്ലെന്നും സെവാഗ്. IPLൽ ഇന്ന് നടക്കുന്ന 2ാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഈ മത്സരത്തിലെ വിജയികൾ ചൊവ്വാഴ്ച നടക്കുന്ന കിരീടപ്പോരിൽ മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. The Daily News.in വാർത്തകൾ വിരൽ തുമ്പിൽ.